ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദിവസം നമ്മൾ കാര്യകാരണ ബന്ധങ്ങൾ അതുമായി ബന്ധപ്പെട്ട നിരവധി ഖുർആനിൻ്റെ ആയത്തുകൾ തെളിവായി വായിച്ചു. അൽഹംദുലില്ലാഹ്, ബാറകല്ലാഹു ഫീക്കും. അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞു, കാരണങ്ങൾ മാർഗങ്ങളിൽ തവക്കുലില്ല. തവക്കുൽ അള്ളാഹുവിനോട് മാത്രം. ഒട്ടകത്തെ കെട്ടിയിടാം, പക്ഷെ ആ കയറിലോ കെട്ടിയിടലിലോ തവക്കുലില്ല. തവക്കുൽ അള്ളാഹുവിലാണ്. ഒട്ടകത്തെ കെട്ടിയിട്ടാലും ഒട്ടകത്തെ നമുക്ക് നഷ്ടപ്പെടാം. പക്ഷേ ആ കെട്ടിയിടൽ, ഒട്ടകത്തെ കെട്ടിയിടൽ എന്താണ്? ഇസ്ലാമിൽ പറഞ്ഞ കാര്യമാണ്. കാരണം ആ കെട്ടിയിടലിൽ അള്ളാഹു ആ ഒട്ടകത്തെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു, അള്ളാഹു ഉദ്ദേശിച്ചാൽ. പക്ഷേ ആ കയറിലോ കെട്ടിയിടലിലോ തവക്കുലില്ല. തവക്കുൽ അള്ളാഹുവിൽ മാത്രം, വരമേൽപ്പിക്കൽ അള്ളാഹുവിൽ മാത്രം. അതേപോലെ നമ്മൾ മരുന്ന് കഴിക്കുന്നു, അത് ഇസ്ലാം പറഞ്ഞൊരു കാര്യമാണ്, അതൊരു മാർഗമാണ് രോഗത്തിൻ്റെ ശമനത്തിന്. പക്ഷെ ആ മരുന്നിൽ എന്തില്ല? തവക്കുലില്ല. അള്ളാഹു ഉദ്ദേശിച്ചാലേ രോഗം ശിഫയാവുകയുള്ളൂ. അതുകൊണ്ട് തവക്കുൽ അള്ളാഹുവിൽ മാത്രം. ആ മരുന്നിൽ അള്ളാഹു രോഗം ശിഫയാക്കാനുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ മരുന്ന് കഴിച്ചാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ പരിക്കും, അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പരിക്കുകയില്ല. ഇപ്പോൾ 2019 കോവിഡ് വന്നു. നമ്മളിൽ അധിക പേരും വാക്സിനേഷൻ എടുത്തു. കാരണം വാക്സിനേഷനിൽ രോഗത്തെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ആ വാക്സിനേഷനിൽ തവക്കുലില്ല. തവക്കുൽ അള്ളാഹുവിനോട് മാത്രം. വാക്സിനേഷൻ എടുത്ത ആളുകൾക്കും കോവിഡ് വരാം. ബാറകല്ലാഹു ഫീക്കും. ഇത് വ്യക്തമായി മനസ്സിലാക്കണം. ആ കാരണങ്ങളോ മാർഗങ്ങളിലോ തവക്കുൽ ചെയ്യുന്നത് ഷിർക്കാണ്, അപകടമാണ്, ഷിർക്കാണ്. അതുകൊണ്ട് പാരസെറ്റമോൾ കഴിച്ചിട്ട് എൻ്റെ രോഗം മാറി എന്ന് പറയരുത്. പാരസെറ്റമോൾ കഴിച്ചത് കാരണമാണ് രോഗം മാറിയത് എന്ന് പറയരുത്. മറിച്ച് പാരസെറ്റമോളിൽ അള്ളാഹു രോഗം മാറ്റാനുള്ള കാരണം ഉണ്ടാക്കിയത് കൊണ്ട് എൻ്റെ രോഗം മാറി. ഓക്കെ, വാക്സിനേഷൻ എടുത്തത് കൊണ്ട് എനിക്ക് രോഗത്തിന് പ്രതിരോധം, ഇനി രോഗമുണ്ടാവുകയില്ല എന്ന് പറയരുത്. മറിച്ച് വാക്സിനേഷൻ എടുത്തത് കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചാൽ രോഗം വരില്ല. മരുന്ന് കഴിച്ചാൽ എന്തായാലും രോഗം മാറും എന്ന് പറയരുത്. മരുന്ന് കഴിച്ചാൽ അൽഹംദുലില്ലാ, അള്ളാഹു ഉദ്ദേശിച്ചാൽ രോഗം അള്ളാഹു ശിഫയാക്കും എന്നാണ് വിശ്വസിക്കേണ്ടത്. ബാറകല്ലാഹു ഫീക്കും. ഇനി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നിടത്തേക്ക് പോകാം, പുസ്തകത്തിലേക്ക് പോകാം. വബിൽ ജുംലത്തി ഫൽ ഖുർആനു മിൻ അവ്വലിഹി ഇലാ ആഖിരിഹി സരീഹുൻ ഫീ തുറത്തുബ് അൽ ജസാഇ ബിൽ ഖൈരി വശർരി. ഖൈറും ഷർറിൻ്റെയും പ്രതിഫലം അള്ളാഹു ഖുർആനിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ വ്യക്തമാക്കിയിട്ടുണ്ട്. വൽ അഹ്കാമിൽ കൗനിയത്തി വൽ അംരിയത്തി അലൽ അസ്ബാബി. പ്രാപഞ്ചിക വിധിയും നിയമനിർമ്മാണങ്ങളും ഫലത്തിൻ്റെ കാരണമാണ്. ബൽ തർത്തീബി അഹ്കാമി ദുനിയ വൽ ആഖിറതി വ മസാലിഹിമ വ മഫാസിദിഹിമ അലൽ അസ്ബാബി വൽ അഅമാലി. കർമ്മങ്ങളുടെയും കാരണങ്ങളുടെയും അടിസ്ഥാനം ദുനിയാവിലും ആഖിറത്തിലുമുള്ള നിയമങ്ങളുടെ അവയുടെ ഗുണങ്ങളും ദോഷങ്ങളുമാണ്. വമൻ തഫഖഹ ഫീ ഹാദിഹിൽ മസ്അലതി വതഅമ്മലഹ ഹഖ്ഖ തഅമ്മലി. ആരെങ്കിലും ഇത് ശരിക്കും മനസ്സിലാക്കിയാൽ, ഈ വിഷയം അതിനെക്കുറിച്ച് ശരിക്കും ചിന്തിച്ചാൽ, ഇൻതഫഅ ബിഹാ ഗായത്തൻ നഫി, അവന് വളരെയധികം പ്രയോജനങ്ങൾ ഉണ്ടാകും. വലം യത്തഖിൽ അൽ ഖദരി, ഖദറിനെ അവൻ ആശ്രയിക്കുന്നില്ല. ജഹ്ലം മിൻഹു, അതിൻ്റെ അജ്ഞത കാരണം, അജ്സൻ കഴിവില്ലായ്മ കാരണം, തഫ്രീത്തൻ അവഗണന കാരണം, ഇദാഅത്തൻ അലസത കാരണം, ഫയകൂന തവക്കലുഹു അജ്സുൻ, അവൻ്റെ ആശ്രയത്വം അവൻ്റെ തവക്കുലിലാണ്,
വഅജ്സുഹു തവക്കുൽ, അവൻ്റെ തവക്കുൽ അവൻ്റെ ആശ്രയത്തിലാണ്. ബലിൽ ഫഖീഹു കുല്ലിൽ ഫഖ്ഹി അല്ലദി യറുദ്ദുൽ ഖദ്രി ബിൽ ഖദ്രി, ശരിയായി മനസ്സിലാക്കിയ എല്ലാവരും അവൻ ഖദറിനെ ഖദർ കൊണ്ട് പ്രതികരിക്കുന്നു. വയദ്ഫഉൽ ഖദ്രി ബിൽ ഖദ്രി, ഖദറിനെ ഖദർ കൊണ്ട് പ്രതിരോധിക്കുന്നു. വയുവാരിദുൽ ഖദ്രി ബിൽ ഖദ്രി, ഖദറിനെ ഖദർ കൊണ്ട് എതിർക്കുന്നു. ബൽ ലാ യുംകിനുൽ ഇൻസാനി അൻ യഈശ ഇല്ലാ ബിദാലിക്, ഒരു മനുഷ്യനും ഇങ്ങനെ അല്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. ഫഇന്നൽ ജൂഅ വൽ അത്ശ വൽ ബർദ, തീർച്ചയായും വിശപ്പ്, ദാഹം, തണുപ്പ്, വൻവാൽ മഹാവിഫി, ഭയാനതകൾ, വൽ മഹാദീരി, അപകടങ്ങൾ, യമിനൽ ഖദ്രി, അത് ഖദറിൽ നിന്നാണ്. വൽ ഖൽഖു കുല്ലുഹും സാഹൂന ഫീ ദഫി ഹാദൽ ഖദ്രി ബിൽ ഖദ്രി, എല്ലാ സൃഷ്ടികളും ഖദറിനെ ഖദർ കൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. വഹാകദ മൻ വഫഖഹുല്ലാഹു വഅൽഹമഹു റുഷ്ദഹു യദ്ഫഉ ഖദ്റൽ ഉഖൂബത്തിൽ ഉഖറവിയ്യതി ബിഖദ്രി തൗബതി വൽ ഈമാനി വൽ അഅമാലി സ്വാലിഹത്തി, ഇങ്ങനെയാണ് അള്ളാഹു വിജയം നൽകിയവൻ. അവനെ അള്ളാഹു ശരിയായ പാതയിലേക്ക് നയിക്കുന്നു. അവൻ പരലോകത്തിൻ്റെ ശിക്ഷയുടെ ഖദറിനെ അമലുസ്വാലിഹാത്തും ഈമാനും തൗബയുടെ ഖദറും കൊണ്ട് പ്രതിരോധിക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇവിടെ ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുല്ലാഹ് പറയുന്നു, ദുആ വലിയ ഒരു മാർഗമാണ്. ലക്ഷ്യം നേടാൻ ദുആ വലിയൊരു മാർഗമാണ്. അള്ളാഹു ഫലത്തെ മാർഗവുമായി ബന്ധപ്പെടുത്തി. സൂഫികൾ കാരണത്തെ നിഷേധിച്ചു. അവർ പറയുന്നു, ഒരു കാര്യം വിധിച്ചിട്ടുണ്ട് എങ്കിൽ അത് സംഭവിക്കും. കാരണം നടപ്പാക്കിയിട്ടില്ലെങ്കിലും, മാർഗങ്ങൾ നടപ്പാക്കിയിട്ടില്ലെങ്കിലും ഒരു കാര്യം വിധിച്ചാൽ അത് സംഭവിക്കും. നേരെ തിരിച്ചും ഒരു കാര്യം വിധിച്ചിട്ടില്ലെങ്കിൽ അത് നടക്കുകയില്ല, കാരണങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും. അപ്പോൾ ഇത് തെറ്റായ മനസ്സിലാക്കലാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ദീൻ മനസ്സിലാക്കിയ ഒരു വ്യക്തി. ദീൻ മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അറിയുക, ദീനിൽ മനസ്സിലാക്കുക എന്നത് അള്ളാഹുവിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദുല്ലാഹു ബിഹി ഖൈറൻ വയുഫഖിഹു ഫിദ്ദീൻ, അള്ളാഹു ഒരു വ്യക്തിക്ക്, ഒരാൾക്ക് ഖൈർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അവന് മതത്തിൽ ഗ്രാഹ്യത നൽകുന്നു. ഇത് അള്ളാഹുവിൻ്റെ സമ്മാനമാണ്. അള്ളാഹു തിരഞ്ഞെടുക്കുന്നവർക്ക് അള്ളാഹു വിജ്ഞാനം നൽകുന്നു, മനസ്സിലാക്കാനുള്ള കഴിവ് നൽകുന്നു. അതുകൊണ്ട് നാം അള്ളാഹുവിനോട് ചോദിക്കണം. ദീൻ മനസ്സിലാക്കാൻ, ദീൻ നേരാവണ്ണം മനസ്സിലാക്കാൻ, പ്രയോജനകരമായ വിജ്ഞാനത്തിന് വേണ്ടി, ഉൾക്കാഴ്ചയ്ക്ക് വേണ്ടി എല്ലാം നാം അള്ളാഹുവിനോട് ചോദിക്കണം. പിന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ബലിൽ ഫഖീഹു കുല്ലുൽ ഫിഖ്ഹി അല്ലദി യറുദ്ദു അൽ ഖദ്രി ഖദ്റ യറുദ്ദുൽ ഖദ്റ ബിൽ ഖദ്രി, ശരിയാവണ്ണം മനസ്സിലാക്കിയവൻ ഖദറിനെ ഖദർ കൊണ്ട് പ്രതിരോധിക്കുന്നു. ഇവിടെ ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുല്ലാഹ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം കൊണ്ടുവരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഷാമിൽ പ്ലേഗ് ബാധിച്ചപ്പോൾ, പ്ലേഗ് ഉണ്ടായപ്പോൾ അദ്ദേഹം ആ സ്ഥലത്തേക്ക് പോകാൻ വിസമ്മതിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഒരാൾ ചോദിച്ചു, അള്ളാഹുവിന്റെ വിധിയിൽ നിന്ന് രക്ഷപ്പെടുകയാണോ? അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു ചോദിച്ചത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇതിന് ഭംഗിയായി മറുപടി പറഞ്ഞു, അതെ, അള്ളാഹുവിന്റെ ഖദറിൽ നിന്ന് അള്ളാഹുവിന്റെ ഖദറിലേക്ക് രക്ഷപ്പെടുകയാണ്. കാരണം മാർഗവും അള്ളാഹുവിന്റെ ഖദറിൽ നിന്നാണ്, ഫലവും അള്ളാഹുവിന്റെ ഖദറാണ്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നാം അള്ളാഹുവിന്റെ ഖദറിൽ നിന്ന് അള്ളാഹുവിന്റെ ഖദറിലേക്ക് രക്ഷപ്പെടുകയാണ്. നാം മാർഗങ്ങൾ നടപ്പിലാക്കുകയാണ്. കാരണം മാർഗങ്ങളും അള്ളാഹുവിന്റെ ഖദറാണ്, ഫലം അള്ളാഹുവിന്റെ ഖദറാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, ഫഹാദ വിദാനുൽ ഖദ്രിൽ മുഖവ്വിഫി ഫിദ്ദുനിയ, ദുനിയാവിന്റെ ഭയാനകരമായ കാര്യങ്ങൾ ബാധിക്കുന്നത്, ഭയാനകരമായ കാര്യങ്ങളെ അത് ബാധിക്കുന്നതാണ്. വമായുദാദുഹു സവാവ്, ഇതിന് വിപരീതമായതും. ഫറബ്ബുദ്ദാറൈനി വാഹിദുൻ,
രണ്ട് വീടുകളുടെയും റബ്ബ് ഒരുവനാണ്. വഹിക്മതുഹു വാഹിദത്തുൻ, അവന്റെ യുക്തി ഒന്നാണ്. ലാ യുനാഖിദു ബാലുഹാ ബാലൻ, അവന്റെ യുക്തിക്ക് വൈരുദ്ധ്യമില്ല. വലാ യുബ്തിലു ബാലുഹാ ബാലൻ, അവന്റെ യുക്തി അസാധുവാകുന്നില്ല. ഫഹാദിഹിൽ മസ്അലത്തു മിൻ അഷ്റഫിൽ മസായില, ഈ വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ലിമൻ അറഫ ഖദ്റഹ, അതിന്റെ വില അറിയുന്നവൻ. വറആഹ ഹഖ്ഖ റഅഅതിഹി, അത് ശരിക്ക് ഗ്രഹിച്ച ഒരാൾക്ക്. വല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുവിനോടാണ് സഹായം തേടുന്നത്. ലാക്കിൻ യബ്ഖ അലൈഹി അംറാനി, എന്നാൽ രണ്ട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. ബിഹിമാ തത്തിമു സആദതുഹു വ ഫലാഹുഹു, അവന്റെ വിജയത്തിനും സന്തോഷത്തിന്റെയും പൂർത്തീകരണത്തിന് രണ്ട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. എന്താ രണ്ട് കാര്യങ്ങൾ? അഹദഹുമ, അതിലൊന്ന് അൻ യഅരിഫ തഫാസില അസ്ബാബി ശർരി വൽ ഖൈറി, ഷർറിന്റെയും ഖൈറിന്റെയും കാരണങ്ങളുടെ വിശദീകരണം അവൻ അറിയലാണ്. വയകൂന ലഹു ബസീറത്തും ഫീ സാലിക, അതിൽ അവന് ഉൾക്കാഴ്ച ഉണ്ടാവണം. ബിമാ യുഷാഹിദുഹു ഫിൽ ആലമി, ലോകത്ത് അവൻ കണ്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. വമാ ജറബഹു ഫീ നഫ്സിഹി വ ഗൈരിഹി, അവന്റെ സ്വന്തത്തിന്റെ അനുഭവവും മറ്റുള്ളവരുടെ അനുഭവവും അതിലൂടെയും. വമാ സമീഉഹു മിൻ അഖ്ബാരിൽ ഉമമി ഖദീമൻ വ ഹദീസൻ, അവൻ ലോകത്തെ മനുഷ്യരുടെ ചരിത്രങ്ങൾ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ, പൂർവികരുടെയും ആധുനികരുടെയും. അത്താരിഖു തഫ്സീറുൻ ലിമാ ജാഅ ലില്ലാഹി, ചരിത്രം അള്ളാഹുവിൽ നിന്ന് വന്ന വിശദീകരണമുണ്ട്. വമിൻ അൻഫ മാ ഫീ ദാലിക തദബ്ബറുൽ ഖുർആൻ, ഇതിൽ ഏറ്റവും പ്രയോജനപ്പെട്ടത് ഖുർആനെ കുറിച്ച് ചിന്തിക്കലാണ്. ഫഇന്നഹു കഫീലുൻ ബിദാലിക ലാ അക്മലി വുജൂഹി, അതിന്റെ പൂർത്തീകരണം അത് മതിയാകുന്നതാണ്. വഫീഹി അസ്ബാബുൽ ഖൈരി വശർരി ജമീഅൻ മുഫസ്സലതൻ മുബയ്യനതൻ, അതിൽ ഖൈറിന്റെയും ഷർറിന്റെയും കാരണങ്ങൾ മുഴുവനുമുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. സുമ്മ സുന്നത്തി, പിന്നെ സുന്നത്തിലും. ഫഇന്നഹാ ശഖീഖത്തുൽ ഖുർആനി, തീർച്ചയായും അത് ഖുർആനിന്റെ കൂടെ ഉള്ളതാണ്. വഹിയൽ വഹിയുസാനി, അത് രണ്ടാമത്തെ വഹിയാണ്. വമൻ സറഫ ഇലൈഹിമാ ഇനായതഹു ഇക്തഫ ബിഹിമാ മിൻ ഗൈരിഹിമാ, ആരെങ്കിലും അവ രണ്ടിലേക്കും കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഖുർആനിലേക്കും സുന്നത്തിലേക്കും കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാറ്റിനേക്കാളും അവർക്കത് മതിയാകുന്നതാണ്. വഹുമാ യുറിയാനിക്കൽ ഖൈറ വശർറ വഅസ്ബാബുഹുമാ, അവ രണ്ടിലും നീ കാണുന്നു എല്ലാ ഖൈറും ഷർറും അതിന്റെ കാരണങ്ങളും. ഹത്താ കഅന്നക തുആഇനു ദാലിക ഇയാനൻ, അത് നിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ. വബഅദ ദാലിക ഇദാ തഅമ്മൽത അഖ്ബാറൽ ഉമമി, അങ്ങനെ ജനങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് നീ ചിന്തിച്ചാൽ, അതിനുശേഷം നീ ജനങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, വഅയ്യാമല്ലാഹി ഫീ അഹ്ലി തഅഅതിഹി വഅഹ്ലി മഅസിയതിഹി, അല്ലാഹു എങ്ങനെ അവരെ കൈകാര്യം ചെയ്തു, അതിലെ അനുസരണമുള്ള ആളുകളോടും അനുസരണക്കേട് കാണിച്ചവരോടും അല്ലാഹു എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് ഖുർആനിലും സുന്നത്തിലും നീ കണ്ടാൽ, നമുക്കറിയാം അല്ലാഹു അനുഗ്രഹിച്ചവർ, സത്യവിശ്വാസികൾക്ക് അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ നൽകി. അവരുടെ സത്യവിശ്വാസത്തിന്റെ കാരണത്താലാണത്. അതേപോലെ അല്ലാഹു സത്യനിഷേധികൾക്ക് ശിക്ഷ നൽകി, അവരുടെ രാഷ്ട്രീയങ്ങൾ നശിപ്പിക്കപ്പെട്ടു, അവർ ചെയ്ത തിന്മയുടെ കാരണമായി. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നീ അറിഞ്ഞത് ഇതിനോട് യോജിക്കുന്നു. അള്ളാഹു നമുക്ക് പറഞ്ഞിട്ടുള്ള വിശദീകരണത്തെ നീ അത് കാണുന്നു. അള്ളാഹു വാഗ്ദാനം ചെയ്തതും. അങ്ങനെ നീ അറിയുന്നു ഖുർആൻ ഹക്കാണ്, സത്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമാണ്. വഅന്നല്ലാഹ യുൻജിസു, അല്ലാഹു നിറവേറ്റുന്നു. വഅദഹു, അവന്റെ വാഗ്ദാനം. ലാ മഹാലത, അതിൽ യാതൊരു സംശയമില്ല. ഫത്താരീഖു തഫ്സീലുൻ ലിജുസ്ഇയ്യാതി മാ അറഫ്നല്ലാഹു വറസൂലഹു, അല്ലാഹും റസൂലും വിശദമായി വിശദീകരിച്ച ചരിത്രം നമ്മൾ അറിയുന്നു. മിനൽ അസ്ബാബിൽ കുല്ലിയത്തി ലിൽ ഖൈരി വശർരി,
എല്ലാ ഖൈറിൻ്റെയും ഷറിൻ്റെയും കാരണങ്ങൾ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം, സന്തോഷത്തിനും അവൻ്റെ വിജയത്തിനും. രണ്ടാമത്തെ കാര്യം ഇബ്നുൽ ഖയ്യിം പിന്നെ ഒരു അധ്യായം തുടങ്ങിയിട്ടാണ് പറയുന്നത്, ഫസ്ലുൻ മുഗാലത്തു നഫ്സി ഹൗലൽ അസ്ബാബി, കാരണങ്ങളുടെ ചുറ്റിൽ ആത്മാവിൻ്റെ വഞ്ചന. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താ? അൽ അംറുസാനി, രണ്ടാമത്തെ കാര്യം അൻ യഹ്സറ മുഗാലതത നഫ്സി, സ്വന്തം ആത്മാവിനോട് വഞ്ചന കാണിക്കുന്നതിൽ ജാഗ്രത പുലർത്തലാണ്. ഹലാ ഹാദിഹിൽ അസ്ബാബി, ഈ കാരണങ്ങളുടെ മേൽ. വഹാദാ മിൻ അഹിമ്മിൽ ഉമൂർ, ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫഇന്നൽ അബ്ദ യഅരിഫു അന്നൽ മാസിയത വൽ ഗഫലത മിനൽ അസ്ബാബിൽ മുദിറതി ലഹു ഫി ദുനിയ വ ആഖിറതിഹി വലാ ബുദ്ദ. ഒരടിമ അറിയുന്നു അനുസരണക്കേട് കാണിക്കലും അശ്രദ്ധ കാണിക്കുന്നതിൻ്റെ കാരണങ്ങൾ അവന് ദോഷം ചെയ്യും ഈ ദുനിയാവിലും ആഖിറത്തിലും. വലാകിൻ തുഗാലിതുഹു നഫ്സഹു, അങ്ങനെ അവൻ്റെ ആത്മാവിനെ പക്ഷെ അവൻ വഞ്ചിക്കുന്നു. ബിൽ ഇത്തിക്കാലി അലാ അഫ്ബില്ലാഹി വ മഗ്ഫിറതിഹി താറത്തൻ, ചില സമയത്ത് അവൻ അള്ളാഹുവിൻ്റെ പാപമോചനത്തിൽ തവക്കുൽ തേടുന്നു. ബിത്തസ്ഫീഖി ബിത്തൗബത്തി, അങ്ങനെ അവൻ തൗബ ചെയ്യാൻ കാലതാമസം വരുത്തുന്നു. വൽ ഇസ്തിഗ്ഫാറു ബിൽ ലിസാനി താറത്തൻ, ചില സമയത്ത് അവൻ നാവ് കൊണ്ട് മാത്രം ഇസ്തിഗ്ഫാർ നടത്തുന്നു. അപ്പം നാവ് കൊണ്ട് മാത്രം ഇസ്തിഗ്ഫാർ നടത്തുന്നു, അള്ളാഹിനോട് പൊറുക്കലിനെ തേടുന്നു, എന്നാൽ തൗബ അവൻ ചെയ്യുന്നില്ല, തൗബയുടെ ഷർത്തുകൾ പൂർത്തീകരിക്കുന്നില്ല. ഫീലിൽ മന്ദൂബാതി താരത്തൻ, ചില സമയത്ത് അവൻ ഐച്ഛികമായതിലേക്ക് ആശ്രയിക്കുന്നു. വബിൽ ഇൽമി താരത്തൻ, ചില സമയത്ത് അവൻ വിജ്ഞാനത്തെ ആശ്രയിക്കുന്നു. വബിൽ ഇഫ്തിജാജി ബിൽ ഖദ്രി താരത്തൻ, ചില സമയത്ത് അവൻ ഖദറിനെ ഒരു ഒഴിവ് കഴിവായി കാണുന്നു. വബിൽ ഇഫ്തിജാജി ബിൽ അഷ്ബായി വന്നുറായി താരത്തൻ, ചില സമയത്ത് സമയപ്രായക്കാരെ. വബിൽ ഇഖ്തിദായി ബിൽ അകാബിരി താരത്തൻ നുഹ്റ, മറ്റ് ചില സമയങ്ങളിൽ അവൻ മുതിർന്നവരെയും. ഖതഅൻ ഫീ ഫഹ്മിൽ ഇസ്തിഗ്ഫാർ, ഇത് ഇസ്തിഗ്ഫാറിനെ തെറ്റായി മനസ്സിലാക്കലാണ്. വകസീറും മിനന്നാസി യظുന്നു അന്നഹു ലൗ ഫഅല മാ ഫഅല, അധിക ജനങ്ങളും അവർ ചെയ്യുന്നത് ചെയ്യുന്നു, അഥവാ അവർ അനുസരണക്കേട് കാണിക്കുന്നു. സുമ്മ ഖാല, എന്നിട്ട് അവൻ പറയുന്നു അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ പുറത്തു തരണേ എന്ന് അവൻ പറയുന്നു. എല്ലാ ധിക്കാരങ്ങളും ചെയ്യുന്നു, എന്നിട്ട് അവൻ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്നു. ദാല അസറു ദംബി വറാഹ ഹാദാ ബിഹാദാ, അങ്ങനെ അവൻ വിചാരിക്കുന്നു അവൻ്റെ പാപത്തിൻ്റെ ഫലം ഇതോടെ നീങ്ങുന്നു, അത് അപ്രത്യക്ഷമാകുന്നു എന്ന്. അതായത് നാവ് കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി, തൗബ ചെയ്യേണ്ട ആവശ്യമില്ല. വഖാല ലി റജുലുൻ, ഒരു പുരുഷൻ എന്നോട് പറഞ്ഞു, മിനൽ മുൻതസിബീന ഇലൽ ഫിഖ്ഹി, ഫിഖിൽ ശരിക്ക് ഗ്രാഹ്യമുള്ള ഒരാൾ പറഞ്ഞു, അന അഫ്അലു മാ അഫ്അലു, ഞാൻ ചെയ്യുന്നത് ചെയ്യുന്നു, അഥവാ ഞാൻ അല്ലാഹുവിനോട് ധിക്കാരം കാണിക്കുന്നു, അനുസരണക്കേട് കാണിക്കുന്നു. സുമ്മ അഖൂലു, ശേഷം ഞാൻ പറയുന്നു, സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, മിയത മർറത്തിൻ, 100 പ്രാവശ്യം. വഖദ് ഗുഫിറ ദാലിക അജ്മഹു, അങ്ങനെ അല്ലാഹു എല്ലാം പുറത്തു തരുന്നു. കമാ സഹന്ന അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടു വന്നതാണ്. അദ്ദേഹം ഇതിന് തെളിവായിട്ട് ഹദീസ് പറയുന്നു. അന്നഹു ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖാല ഫീ യൗമിൻ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി, ആരെങ്കിലും ഒരു ദിവസം സുബ്ഹാനല്ലാഹി വ ബിഹംദി പറഞ്ഞാൽ മിയത മർറത്തിൻ, 100 പ്രാവശ്യം, ഖുത്തിത് ഖതായ, അവൻ്റെ പാപങ്ങളെല്ലാം മായ്ക്കപ്പെടും. വലൗ കാനത് മിസ്ല സബദിൽ ബഹരി, അതിൽ സമുദ്രത്തിൻ്റെ നുരയേക്കാളുണ്ടെങ്കിലും. അപ്പോൾ ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുല്ലാഹ് പറയുന്നു, ഈ വ്യക്തി പാപം ചെയ്താൽ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കും, തൗബ ചെയ്യാതെ എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അദ്ദേഹം എന്നിട്ട് പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത് തെറ്റായ മനസ്സിലാക്കലാണ്. അള്ളാഹുവിനെ ഓർത്തത് കൊണ്ട് മാത്രം, ദിക്ർ ചൊല്ലിയത് കൊണ്ട് മാത്രം, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം തിന്മ മായ്ക്കപ്പെടുകയില്ല. തൗബ കൊണ്ടാണ് തിന്മ മായ്ക്കപ്പെടുക, പ്രത്യേകിച്ച് വൻ പാപങ്ങൾ. തൗബ ചെയ്താൽ, ദിക്ർ ചൊല്ലിയാൽ മാത്രം പോരാ, തൗബയും ചെയ്യണം, ദിക്റും ചൊല്ലണം, അള്ളാഹു പൊറുക്കും. എന്നാൽ തുടർച്ചയായി പാപം ചെയ്യുകയും എന്നിട്ട് അള്ളാഹുവിനെ ഓർത്താൽ പാപം പൊറുക്കും എന്നത്
ശരിയായ വിശ്വാസമല്ല. തൗബ ചെയ്യണം. തൗബയുടെ ഒരു ഷർത്ത് എന്താ? ആ പാപം പിന്നീട് ചെയ്യരുത് എന്നാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വഖാല ലി ആഖറു മിൻ അഹ്ലി മക്ക, മക്കയിൽ നിന്നൊരാൾ മറ്റൊരാൾ എന്നോട് പറഞ്ഞു, നഹനു ഇദാ ഫഅല അഹദുനാ മാ ഫഅല, ഞങ്ങളിൽ ഒരാൾ ഇന്ന കാര്യം പ്രവർത്തിച്ചാൽ അഥവാ അനുസരണക്കേട് കാണിച്ചാൽ, ഇഗ്തസല വതാഫ ബിൽ ബൈത്തി ഉസ്ബുഅൻ വഖദ് മുഫിയ അൻഹു സാലിക, ഞങ്ങൾ ഗുസ്ൽ ചെയ്യും, അങ്ങനെ അള്ളാഹുവിൻ്റെ വീട് തവാഫ് ചെയ്യും ഒരാഴ്ച, അങ്ങനെ അള്ളാഹു എല്ലാം പുറത്തു തരും. ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുല്ലാഹ് പറയുന്നു, ഇതും തെറ്റാണ്. സൽക്കർമ്മങ്ങൾ തിന്മയെ മായ്ച്ചു കളയുമെന്നത്. എന്നിട്ട് അദ്ദേഹം തിന്മ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സൽക്കർമ്മങ്ങൾ തിന്മ മായ്ക്കണമെങ്കിൽ, ആ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ ആ തിന്മ പോകണമെങ്കിൽ അവൻ തൗബ ചെയ്യണം. അവൻ വിചാരിക്കുന്നു തവാഫ് ചെയ്താൽ പുറത്തു തരുമെന്നില്ല. തവാഫിൻ്റെ കൂടെ ആ തിന്മ മായ്ക്കണമെങ്കിൽ അവൻ തൗബ ചെയ്യണം. തൗബയുടെ ഒരു ഷർത്ത് എന്താണ്? ആ തിന്മ പിന്നെ ചെയ്യരുത്. ബാറകല്ലാഹു ഫീക്കും. വഖാല ലി ആഖറു, മറ്റൊരാൾ എന്നോട് പറഞ്ഞു, ഖദ് സഹ്ഹ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്, അന്നഹു ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്നബ അബ്ദുൻ ദംബൻ, ഒരടിമ പാപം ചെയ്തു. ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഐ റബ്ബി അസബ്തു ദംബൻ ഫഗ്ഫിർ ലി, അല്ലാഹുവേ ഞാൻ പാപം ചെയ്തു, എനിക്ക് പുറത്തു തരണേ. ഫഗഫറല്ലാഹു ദംബഹു, അങ്ങനെ അള്ളാഹു അവൻ്റെ പാപം പുറത്തു കൊടുത്തു. സുമ്മ മഖസ മാഷാ അല്ലാഹ്, പിന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ അവശേഷിച്ചു. സുമ്മ അദ്നബ ദംബൻ ആഖറ, അങ്ങനെ അവൻ മറ്റൊരു പാപം ചെയ്തു. ഫഖാല, എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയാണ്, റബ്ബി അസബ്തു ദംബൻ, റബ്ബേ ഞാനൊരു പാപം ചെയ്തു, ഫഗ്ഫിർ ലി, എനിക്ക് പുറത്തു തരണമേ. ഫഖാല അല്ലാഹു അസ്സ വജൽ, അപ്പോൾ അല്ലാഹു പറയുന്നു, അലിമ അബ്ദി അന്നഹു റബ്ബൻ യഗ്ഫിറു ദംബ വയഖുദു ബിഹി, എൻ്റെ അടിമ അവൻ അറിഞ്ഞു അവനൊരു റബ്ബുണ്ട്, ആ റബ്ബ് പാപം പുറത്തു കൊടുക്കുന്നു, അവനെ ശിക്ഷ കൊണ്ട് പിടികൂടുകയും ചെയ്യുന്നു. ഖദ് ഗഫർതു ലി അബ്ദി, എൻ്റെ അടിമക്ക് ഞാൻ പുറത്തു കൊടുത്തു, ഫയസ്നൗ മാഷാ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്യുന്നു. വഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ വ്യക്തി പറയാണ്, അനല അശക്കു, എനിക്കൊരു സംശയവുമില്ല, അന്നലി റബ്ബൻ യഗ്ഫിറു ദംബ വയഖുദു ബിഹി, എനിക്കൊരു റബ്ബുണ്ട്, അവൻ പാപം പൊറുക്കുന്നു, അവൻ ശിക്ഷ കൊണ്ട് പിടികൂടുന്നു. ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുല്ലാഹ് പറയുന്നു, സംശയമില്ല, നമുക്കൊരു റബ്ബുണ്ട്, പാപം ചെയ്താൽ പുറത്തു തരുന്ന റബ്ബ്, പാപം ചെയ്താൽ ശിക്ഷിക്കുന്ന റബ്ബ്. പക്ഷേ തൗബ ചെയ്തതിന് ശേഷമാണ് അത് ആ പാപം പൊറുക്കപ്പെടുക. ആ തിന്മ വെടിയണം, എന്നാലേ ആ പാപം പൊറുക്കപ്പെടുകയുള്ളൂ. ബാറകല്ലാഹു ഫീക്കും. നമുക്ക് ഇവിടെ നിർത്താം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.